ഡോക്ടർ ഒന്ന് കാണാനായിരുന്നു. രജിസ്റ്റർ ചെയ്യണ്ട, എനിക്ക് ജസ്റ്റ് ഡോക്ടർ ഒന്ന് കയറി കണ്ടാൽ മതി. പല്ലിൽ കമ്പിടുന്ന കാര്യം ഒന്ന് ചോദിച്ചറിയാനാണ്. മാം, നമുക്ക് കൺസൾട്ടേഷൻ ഫീ വരുന്നുണ്ട്. നമുക്ക് 200 ആണ്, 1 ഇയറിലേക്കുള്ള ഫീ ആണ് കേട്ടോ. ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ മാത്രം കൺസൾട്ടേഷൻ ഫീ തന്നാൽ പോരെ, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് ഫീ വേണോ? ഫീ അടയ്ക്കണം എന്നാണ് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഒരു പേഷ്യൻ്റ് ഇപ്പോൾ വന്നായിരുന്നു, കമ്പിടുന്ന ആരും ചോദിക്കാനാണ്. കൺസൾട്ടേഷൻ ഫീ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നാൽ പോരെ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. 1 ഇയറിലേക്ക് കൺസൾട്ടേഷൻ പറഞ്ഞിരുന്നു ഡോക്ടർ. എന്നിട്ടും അടയ്ക്കാൻ താല്പര്യമില്ല. ഒരു ഡോക്ടറെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൺസൾട്ടേഷൻ എന്തായാലും അടയ്ക്കാമെന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പൊ കൺസൾട്ടേഷൻ അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ പോട്ടെ. ഓക്കെ ഡോക്ടർ, പറഞ്ഞേക്കാം. ഇപ്പോൾ ഒരു ഇൻസിഡന്റ് കണ്ടില്ലേ, ഇത് വളരെ കോമൺ ആയിട്ട് ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. കൺസൾട്ടിങ് ഫീ എന്നാണ് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. കൺസൾട്ടിങ് ഫീ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടറിന്റെ ടൈമിനും എക്സ്പീരിയൻസിനും നിങ്ങൾ കൊടുക്കുന്ന ഒരു വിലയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വന്ന പേഷ്യന്റ്, ആ പേഷ്യന്റിന് ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കണ്ട് അവരുടെ പല്ല് നോക്കാതെ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എന്താണെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ എത്ര നാൾ കമ്പി ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാതെ നമുക്ക് റെസ്പോൺസ് തരാനും പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഇവിടുത്തെ കാര്യം തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൺസൾട്ടിങ് ഫീ ആയിട്ട് വരുന്നത് 200 rupees ആണ്. അത് നമുക്ക് 1 ഇയറിലേക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ പറ, കൺസൾട്ടിങ് ഫീ അടയ്ക്കുന്ന ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ?